നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. തൃണമൂൽ കോൺഗ്രസിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ലയിക്കുന്നതായി പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയത്ത് PV അൻവറിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സജി മഞ്ഞക്കടമ്പിൽ ഇക്കാര്യം അറിയിച്ചത്. NDA മുന്നണി വിട്ടു. NDA മുന്നണിയിൽ നിന്ന് ലഭിച്ചതെല്ലാം അവഗണന മാത്രമാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും വിപുലമായ ലയന സമ്മേളനം ഏപ്രിലിൽ കോട്ടയത്ത് വെച്ച് നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. KPCC സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് K സുധാകരൻ. തന്നെ നീക്കാതിരിക്കാം, ഏതു തീരുമാനവും താൻ അനുസരണയോടെ നേരിടുമെന്ന് K സുധാകരൻ അറിയിച്ചു. കോൺഗ്രസിൽ നിന്ന് തനിക്ക് കിട്ടാവുന്ന എല്ലാ പദവികളും ലഭിച്ചിട്ടുണ്ട്. മാനസികമായ സംഘർഷാവസ്ഥയിൽ അല്ല, തൃപ്തനായ മനസ്സിന്റെ ഉടമയാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി കോൺഗ്രസ്. ആശാ വർക്കർമാരുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. മാർച്ച് 3 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കൂടാതെ നാളെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ആശാ വർക്കർമാർക്കെതിരായ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. കൂടാതെ കളക്ടറേറ്റിന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കും. ആശാ വർക്കർമാർക്ക് നിയമനം നൽകണമെന്ന് INTUCയും ആവശ്യപ്പെട്ടു. നിർമ്മാതാവ് G സുരേഷിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. ഫിലിം ചേംബറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഇങ്ങനെയൊരു നീക്കം. 7 ദിവസത്തെ സാവകാശമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മറുപടി നൽകാൻ ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് നൽകിയിരുന്നത്. മറുപടി നൽകിയില്ലെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും ഫിലിം ചേംബർ അറിയിച്ചിരുന്നു. എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ചുള്ള പോസ്റ്റ് താനും പിൻവലിക്കുന്നതായി G സുരേഷ് കുമാറും ചേംബറിനെ അറിയിച്ചു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ കോട്ടയത്ത് അറസ്റ്റിൽ. ചങ്ങനാശ്ശേരി സ്വദേശിയായ കൊച്ചി തൂപ്പുംപടി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന CP സജേനിയാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടയത്തെ ക്യാൻ അഷ്വർ എന്ന സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നത്. മുഖ്യപ്രതിയെ തട്ടിപ്പ് നടത്താൻ സഹായിച്ച കുറ്റത്തിനാണ് സജീനെ അറസ്റ്റ് ചെയ്തത്. ആശാ വർക്കർമാർക്കെതിരെ നടപടിയെടുത്ത് വീണ്ടും പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഇവരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അന്യായമായി സംഘം ചേർന്ന് ഗതാഗത തടസ്സമുണ്ടാക്കി സമരം ചെയ്തവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പുതിയ ഗേറ്റ് ഔട്ട് ക്യാമ്പയിനുമായി നടൻ വിജയ് എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പുതിയ ഗേറ്റ് ഔട്ട് ക്യാമ്പയിൻ ആരംഭിക്കാനാണ് തമിഴക വെട്രി കഴകം ഒരുങ്ങുന്നത്. ഇന്ന് നടന്ന TVKയുടെ 1ാം വാർഷിക സമ്മേളനത്തിലായിരുന്നു വിജയുടെ ഈ പ്രഖ്യാപനം. കേന്ദ്ര സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് വിജയുടെ ഈ ക്യാമ്പയിൻ. ഇരു സർക്കാരുകളും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്നത് 2 സർക്കാരുകൾക്കും അറിയാം. എന്നാൽ ഇത് മറച്ചുവെച്ചാണ് ഇവർ പ്രതികരിക്കുന്നതെന്ന് വിജയ് വ്യക്തമാക്കി. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് സെൻട്രൽ ജയിലിൽ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ്. തന്റെ 2ാമത്തെ നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടിയാണ് രൂപേഷ് മാർച്ച് 2 മുതൽ നിരാഹാര സമരം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട REC വിദ്യാർത്ഥി രാജന്റെ രക്തസാക്ഷി ദിനമാണ് മാർച്ച് 2. അതുകൊണ്ടാണ് മാർച്ച് 2 തന്നെ തന്റെ നോവലായ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് രൂപേഷ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ നോവൽ പ്രസിദ്ധീകരിക്കാൻ രൂപേഷ് ജയിൽ അധികൃതരോട് അനുമതി തേടിയിരുന്നു. എന്നാൽ ഇതിൽ ജയിലിനെ കുറിച്ചും UPIയെ കുറിച്ചും പരാമർശമുള്ളതിനാലാണ് അധികൃതർ ഇതിന് അനുമതി നൽകാതിരുന്നത്. എന്നാൽ നോവലിൽ ഇത്തരം പരാമർശങ്ങൾ ഇല്ലെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കെതിരായ വിമർശനമാണിതെന്നുമാണ് ഷൈന പറയുന്നത്. ജമ്മു കാശ്മീരിൽ സൈനിക വാഹനത്തിന് നേർക്ക് ഭീകരാക്രമണം. രജൌരി ജില്ലയിലെ സുന്ദർബാനി പ്രദേശത്ത് വച്ചാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേർക്ക് നിറയൊഴിച്ചത്. വനത്തോട് ചേർന്നുള്ള ഫാൽ ഗ്രാമത്തിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ആക്രമണം. പ്രദേശത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്ന വാഹനത്തിന് നേർക്കായിരുന്നു ഭീകരാക്രമണം ഉണ്ടായത്. ഭീകരർ 2 റൗണ്ട് വെടിയുതിർത്തതായാണ് വിവരം. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. പ്രദേശത്ത് ഭീകരർ സ്ഥിരമായി നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന പ്രദേശമാണെന്നാണ് റിപ്പോർട്ടുകൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിലെ മികച്ച പ്രകടനം ഇന്ത്യൻ സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലിയെ ICC ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ 5-ലെത്തിച്ചു. മത്സരത്തിൽ കോഹ്ലി പുറത്താകാതെ നേടിയ സെഞ്ചുറിയാണ് ഇന്ത്യയുടെ സെമി ബെർത്ത് ഉറപ്പിച്ചത്. ആദ്യ 5 പേരിൽ 3 പേർ ഇന്ത്യക്കാരാണ്. പട്ടികയിൽ ശുഭ്മാൻ ഗിൽ 1ാം സ്ഥാനത്ത് തുടരുന്നു. രോഹിത് ശർമ്മ 3ാം സ്ഥാനത്തും വിരാട് കോഹ്ലി 5ാമതുമാണ്. ന്യൂസിലൻഡ് താരം ഡാരിയൽ മിച്ചലിനെ പിന്തള്ളിയാണ് കോഹ്ലി പട്ടികയിൽ മുന്നേറിയത്.